പലസ്തീൻ ഇസ്രായേൽ വിഷയം ഏറെ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണെങ്കിലും അതിലൊരു ഞെട്ടിക്കുന്ന പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക. പലസ്തീനികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ച ശേഷം അമേരിക്ക ഗസ ഏറ്റെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തോടുള്ള അമേരിക്കയുടെ പതിറ്റാണ്ടുകളുടെ നയത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി ട്രംപ് മുന്നോട്ട് വന്നത്. ട്രംപിൻ്റെ ആശയത്തെ വർഷങ്ങളായി പലസ്തീനുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണച്ച് രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിനെ തള്ളി ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നെങ്കിലും ഭാവിയിൽ പ്രദേശം കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയായാണ് ഇതിനെ വിദഗ്ധർ കാണുന്നത്. പരിധിയില്ലാത്ത തൊഴിലവസരങ്ങളും വീടുകളും നൽകുന്നതിനായി തൻ്റെ ഭരണകൂടം ഗസയിൽ സാമ്പത്തിക വികസനത്തിന് നേതൃത്വം നൽകുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ചർച്ചകൾക്ക് ശേഷം വൈറ്റ് ഹൗസിൽ വെച്ചാണ് ട്രംപിൻ്റെ വിവാദവും ഒരു രാജ്യത്തെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയുമുള്ള പ്രഖ്യാപനം. നേരത്തെ കാനഡ, ഗ്രീൻലാൻഡ്, പനാമ കനാൽ തുടങ്ങിയവയ്ക്കായി അവകാശവാദം ട്രംപ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഗസയുടെ കാര്യത്തിലുള്ള പ്രഖ്യാപനം അതുപോലെ ആവില്ല. നിലവിൽ ഒരു ഔദ്യോഗിക ഭരണകൂടമില്ലാത്തതും യുദ്ധത്തിൽ ആകെ തകർന്നു കിടക്കുന്ന അവസ്ഥയുമായതിനാൽ അവിടേക്ക് കയറി ചെല്ലുക അമേരിക്കയ്ക്ക് എളുപ്പമാണ്. ഇത് നിസ്സാരമായി എടുത്ത തീരുമാനമായിരുന്നില്ല. ഞാൻ സംസാരിച്ച എല്ലാവർക്കും അമേരിക്ക ഭൂമി സ്വന്തമാക്കുക, ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വികസിപ്പിക്കുക എന്ന ആശയം ഇഷ്ടമാണ്. അതിലൂടെ മഹത്തായ എന്തെങ്കിലും സംഭവിക്കും, ട്രംപ് പറയുന്നു. തകർന്ന കെട്ടിടങ്ങൾ വൃത്തിയാക്കുന്നതിനും പൊട്ടാത്ത അപകടകരമായ ബോംബുകളും മറ്റ് ആയുധങ്ങളും ഒഴിവാക്കുന്നതിനും പൊളിച്ചുമാറ്റുന്നതിനും തൻ്റെ ഭരണകൂടം ഉത്തരവാദിയായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. തൻ്റെ പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നതിനെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകിയ ട്രംപ് ഗസയിലെ പലസ്തീനികൾക്ക് മാനുഷിക മനസ്സുള്ള മറ്റ് താൽപ്പര്യമുള്ള രാജ്യങ്ങളിലേക്ക് പോകും എന്നാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. വേണമെങ്കിൽ പലസ്തീനികൾക്ക് അവിടെ താമസിക്കുന്നത് തുടരാമെന്നും ട്രംപ് ഔദാര്യമായി പറയുന്നുണ്ട്. ഗസ ലോക ജനങ്ങളുടെ വാസസ്ഥലമായി മാറുമെന്ന് US പ്രസിഡന്റ് പറയുന്നു. പ്രദേശത്തെ ഒരു അന്താരാഷ്ട്ര അവിശ്വസനീയമായ സ്ഥലമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഗസ മുനമ്പിലെ സാധ്യതകൾ അവിശ്വസനീയമാണ്. ലോകമെമ്പാടുമുള്ള പ്രതിനിധികൾ അവിടെ ഉണ്ടാകുമെന്നും അവർ അവിടെ താമസിക്കുമെന്നും ഞാൻ കരുതുന്നു. ഇക്കൂട്ടത്തിൽ പലസ്തീനികൾക്കും അവിടെ താമസിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഗസയുടെ സുരക്ഷ ഉറപ്പാക്കാൻ US സൈനികരെ അയക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ആവശ്യമെങ്കിൽ അത് ചെയ്യുമെന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി. ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ കൈയടിച്ചാണ് ഇസ്രായേൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്ത് ട്രംപാണെന്ന് പ്രശംസിച്ച നെതന്യാഹു US പ്രസിഡന്റിൻ്റെ പദ്ധതികൾ ശ്രദ്ധേയവും ചരിത്രം മാറ്റിമറിക്കാൻ അർഹതയുള്ളതാണെന്നും പറയുന്നു. എന്നാൽ ട്രംപിൻ്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ഹമാസ് രംഗത്ത് വന്നു. മേഖലയിൽ കുഴപ്പങ്ങളും പിരിമുറുക്കവും സൃഷ്ടിക്കുന്നതിനുള്ള നടപടിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞ ഹമാസ് സംഭവത്തെ അപലപിക്കുകയും ചെയ്തു. ഗസ മുനമ്പിലെ ഞങ്ങളുടെ ആളുകൾ ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പും ഹമാസ് നൽകിയിട്ടുണ്ട്.